ശരിയാണ്. ഹരിയാനയും ഒപ്പം മഹാരാഷ്ട്രയും ഒന്നും നിങ്ങൾ മോദിയെ മുൻനിർത്തിയല്ല അവിടെ പ്രചാരണം നടത്തിയിരുന്നത്. എന്നിട്ട് പോലും നിങ്ങൾക്ക് അവിടെ വിജയിച്ചു കയറാനായി. ഡൽഹിയിൽ മോദിയെ മാത്രം മുൻനിർത്തി നിങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിട്ടു, അവിടെയും വിജയിച്ചു കയറാനായി എന്നുള്ളത് വലിയ ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ മോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള മോദി ഫാക്ടർ തന്നെയാണ് വിജയത്തിൽ നിർണായകമായതെന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് കാൽ നൂറ്റാണ്ടായി എല്ലാ ഭാഗങ്ങളും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പിടിച്ചപ്പോഴും തുടർച്ചയായി മൂന്നാം ടേമിൽ രാജ്യത്തിൻ്റെ അധികാരം കൈയാളുമ്പോഴും രാജ്യ തലസ്ഥാനം നിങ്ങൾക്ക് കിട്ടാക്കനിയായിരുന്നു. കിട്ടാക്കനി എന്നല്ല, കാൽ നൂറ്റാണ്ടായി നിങ്ങളുടെ കയ്യകലത്തിൽ അത് ഉണ്ടായിരുന്നില്ല. അത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾ അൺഫെയർ ആയിട്ടുള്ള പൊളിറ്റിക്സും കളിക്കുന്നത് കൂടി ദേശീയ രാഷ്ട്രീയം കണ്ടു. എന്ന് വെച്ചാൽ ഈ മദ്യനയ അഴിമതിയും പറഞ്ഞ് നിങ്ങൾ കെജ്രിവാളിനെയും സിസോദിയെയും ഒക്കെ ജയിലിലിട്ടപ്പോഴും സ്റ്റിൽ ആം ആദ്മി പാർട്ടി പറയുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നാണ്. ആ കേസ് ഇപ്പോഴും ഫൈറ്റിൽ, ലീഗൽ ഫൈറ്റിലാണ് ഇപ്പോഴും അതുള്ളത്. അതിൽ ഒരു തെറ്റും താൻ ഇപ്പോഴും ചെയ്തിട്ടില്ല എന്ന് ആം ആദ്മി പാർട്ടി അധ്യക്ഷനും നേതാക്കളും ഒക്കെ ഇപ്പോഴും പറയുന്നുണ്ട്. പിന്നീട് ഈ വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് എന്താണ് സംഭവിച്ചത്? അവരുടെ നിലവിലുള്ള MLA-മാരിൽ 10ഓളം വരുന്ന MLA-മാരെ നിങ്ങൾ മറുകണ്ഠം ചാടിച്ചു. അതൊരു ഫെയർ പൊളിറ്റിക്സ് ആയിരുന്നു. ആ നിലക്ക് നിങ്ങൾ ഓപ്പറേഷൻ താമര ഉൾപ്പെടെ പ്രയോഗിച്ചുകൊണ്ട് ഏതെല്ലാം വഴിക്ക് ആം ആദ്മി പാർട്ടിയെ ദുർബലപ്പെടുത്താൻ കഴിയുമോ അൺഫെയർ പൊളിറ്റിക്സിലൂടെ വഴിയെല്ലാം നോക്കിയതിന് ശേഷം ഉണ്ടായ ഒരു ജയമാണിത്. അപ്പോൾ അതിനെ അത്ര കണ്ട് ഒരു സംശുദ്ധിയോടെ കാണാൻ കഴിയുന്നില്ല. അല്ല, അതിപ്പോ BJP-യുടെ എല്ലാ സന്ദർഭത്തിലുമുള്ള വിജയത്തിന്റെ ശോഭ കെടുത്തിക്കളയാൻ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും മാധ്യമങ്ങളും ശ്രമിക്കുന്നത് സ്വാഭാവികമാണ്. അതാദ്യമല്ല. ഈ കൊച്ചു കേരളത്തിൽ BJP-ക്ക് ഒരു MP ഉണ്ടായ സമയത്ത് ആ ജനപ്രതിനിധിയെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ തകർക്കാമെന്നുള്ള ആസൂത്രിതമായ ആലോചന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളിൽ ചിലരും ചേർന്ന് നടത്തുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇവിടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന സമയത്ത് എന്തൊക്കെ വാദഗതികളാണ് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ, വിശേഷിച്ച് കോൺഗ്രസ്, ജനങ്ങളുടെ മുമ്പാകെ, കോടതി മുമ്പാകെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പാകെ ഒക്കെ ഉന്നയിക്കുന്നതെന്ന് നാം കാണുകയല്ലേ. അത് വല്ലതും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അത് വല്ലതും തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ആം ആദ്മി പാർട്ടി സാധാരണക്കാരൻ്റെ പാർട്ടിയല്ലേ, പാവങ്ങളുടെ പാർട്ടിയല്ലേ, ചേരി നിവാസികളുടെ പാർട്ടിയല്ലേ, ഡൽഹിയിലെ ഓട്ടോറിക്ഷക്കാരൻ്റെ പാർട്ടിയല്ലേ. ആം ആദ്മി പാർട്ടി 2 ജോഡി യൂണിഫോം സൗജന്യമായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ജയിക്കുമായിരുന്നില്ലേ? BJP വിരുദ്ധ ചേരിയാണല്ലോ ആം ആദ്മി പാർട്ടി. അവിടെ നിന്ന് എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ തൻപ്രമാണിത്വത്തിലും ഏകാധിപത്യത്തിലും അഴിമതിയിലും ആഡംബര ജീവിതത്തിലും പ്രതിഷേധിച്ച് MLA-മാർ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന സന്ദർഭത്തിൽ രാജിവെച്ച് BJP-യുടെ ചേരിയിലേക്ക് ചേർന്ന് നിന്നതെന്ന് ആത്മപരിശോധന നടത്തേണ്ടത് ആം ആദ്മി പാർട്ടിയാണ്. സുഹൃത്ത്, രാഷ്ട്രീയമല്ലേ ഇത്? രാഷ്ട്രീയത്തിൽ പ്രതിയോഗികളെ പരാജയപ്പെടുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് എതിർ പാർട്ടികളിൽ നിന്ന് ആളുകൾ ഞങ്ങൾക്കൊപ്പം ചേർന്നാൽ നിങ്ങളിപ്പം വരേണ്ടതില്ല, നിങ്ങൾ നിൽക്കുന്ന ചേരിയിൽ തന്നെ നിന്നോളൂ എന്ന നയം സ്വീകരിക്കുന്നത് ജനാധിപത്യമാണോ രാഷ്ട്രീയമാണോ? അങ്ങനെ ഒന്ന് സ്വീകരിച്ചത് എവിടെയെങ്കിലും കേട്ടുകേഴ്വിയുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയട്ടെ. വയനാട്ടിൽ വന്യജീവി അക്രമത്തിൽ സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയിരുന്നല്ലോ വൈദികന്മാർ. ആ വൈദിക സമരത്തെ അധിക്ഷേപിച്ചു ഞങ്ങളുടെ അവിടുത്തെ ജില്ലാ അധ്യക്ഷൻ. ലോകയിട്ട ഭീകരന്മാർ നടത്തിയിട്ടുള്ള അക്രമമാണെന്ന് BJP-യുടെ വയനാട്ടിലെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഉടൻ പുറത്താക്കി. അതെ സുഹൃത്തെ, ഞങ്ങൾ ഉടൻ പുറത്താക്കി. ലോകയിട്ട ഭീകരന്മാരെന്ന് വയനാട് ജില്ലാ പ്രസിഡന്റ്, BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ആ സമരത്തെ അധിക്ഷേപിച്ചപ്പോൾ ഞങ്ങൾ പുറത്താക്കി. ആളെ മാലയിട്ട് സ്വീകരിച്ച പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അപ്പോ രാഷ്ട്രീയ ചേരിയിൽ, വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ആളുകൾ അവിടെ അസംതൃപ്തി പ്രകടിപ്പിച്ച് BJP-ക്കൊപ്പം വന്നാൽ അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആം ആദ്മി പാർട്ടി